Watch full episodes on Jio Hotstar. ഇന്നത്തെ പ്രധാന വാർത്ത അത് ഞെട്ടിപ്പിക്കുന്നത് മാത്രമല്ല, ഈ കാര്യം അറിഞ്ഞ ജനങ്ങൾ ആകെ പേടിച്ചു വരണ്ടിരിക്കുകയാണ്. നഗരത്തിലെ പല പല സ്ഥലങ്ങളിൽ യുവാവായിരുന്നവരെല്ലാവരും പ്രായമായി മാറുകയാണ്. അതും ചില മിനിറ്റുകൾക്കുള്ളിൽ ജനങ്ങളുടെ തലമുടി വെളുത്തു നരച്ചു പോവുകയാണ്. അവരുടെ ആരോഗ്യം വളരെ മോശമായ സ്ഥിതിയിലാണ്. ഇത് എന്ത് തരം വൈറസ് ആണെന്ന് അവർ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഏതോ ഒരു മാന്ത്രിക ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാലും ഇതിന്റെ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പോയി ആകെ പ്രശ്നമൊന്നും തോന്നുന്നല്ലോ. ഇതെല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എന്തിനാ ഇവിടെ ഡിഗിങ് ചെയ്തത്? ഡോണ്ട് വരി ജോ അങ്കിൾ, മുത്തശ്ശൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര മോശമായ സാഹചര്യമായാലും ധൈര്യം ഒരിക്കലും കൈവിടരുത്. നമ്മൾ രാത്രിയിൽ സിറ്റിയിലെ വേറെ വേറെ ഡയറക്ഷനിൽ ചെന്ന് മമ്മിയെ തേടി കണ്ടുപിടിക്കണം. താങ്ക് യു രുദ്ര. നിങ്ങൾ താഴെ ചെന്ന് ഡിന്നർ കഴിക്കാൻ നോക്ക്. അമ്മമ്മേ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, അവരെ കുറിച്ചുള്ള എല്ലാ സീക്രട്ടും ഞാൻ ഇപ്പൊ കണ്ടെത്തും. ഞാൻ ആ ലിഫ്റ്റിന്റെ അകത്ത് ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതിലെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. അതേതായാലും കലക്കി റോക്കി. ഇപ്പൊ അവരെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും നമുക്ക് മനസ്സിലാക്കാം. റോക്കി, അവരെ ആരും വിടരുത്. ഓ, ഈ നേരത്ത് ആരാ ഫോൺ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നീ എങ്ങും പോരുത്, ഇവിടെ തന്നെ നിക്കണം. ഹേ രുദ്ര, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണ്. ഏത് വീഡിയോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു വകയിൽ നീ രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ ഞാനും ഇവിടെ എല്ലാം ചെക്കനാണ് കേട്ടോ. അത്ര പെട്ടെന്നൊന്നും തോറ്റ് പിന്മാറില്ല. റോക്കി, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. ശരി, വാ ഇരുന്ന് സംസാരിക്കാം. ഈ ചെക്കൻ എന്ത് ചെയ്യാനാ? എന്ത് പറ്റി? ഭയങ്കര ടെൻഷൻ ആണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എല്ലാവരും മജീഷ്യൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ സയൻസ് അത് മാജിക്കിനേക്കാളും ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശരിക്കും കുടുങ്ങിപ്പോയി. രുദ്ര, നമുക്ക് അവന്റെ ഫോണൊന്ന് നോക്കിയാലോ? ഇതാ നോക്ക്. മോസ്റ്റ് വെൽക്കം. നിങ്ങൾ മാജിക് വെച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ വീഡിയോന്റെ ഒരുപാട് കോപ്പീസ് ചെയ്ത് അതെന്റെ മെയിലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് ഒന്നും ഇല്ലാതെ നിനക്ക് മെയിൽ ആക്സസ് ചെയ്യാനും പറ്റൂല. എങ്ങനെ ഡിലീറ്റ് ചെയ്യും പറ? എങ്ങനെയുണ്ട് എന്റെ കളി? റോക്കി, നീ ശരിക്കും ബ്രില്യന്റ് ആണ്. അപ്പൊ നിനക്ക് പകുതി സത്യം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് എല്ലാം പറയാം. വീണ്ടും ഈ വീഡിയോ എവിടെ തന്നെ കണ്ടാലും ഉടനെ ഇവൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. വരൂ ഫ്രണ്ട്സ്. സോറി ബഡി. നീ നിന്റെ ഫോൺ പിന്നെ ചെക്ക് ചെയ്തോ മോനെ? ആദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറ. നിന്റെ ക്യാമറയിൽ എന്തെങ്കിലും റെക്കോർഡ് ആയിട്ടുണ്ടോ? റെക്കോർഡോ? എന്തെങ്കിലും റെക്കോർഡ് ഞാൻ പറഞ്ഞിരുന്നോ? റോക്കി, വെറുതെ തമാശ പറയരുത്. നീ ആ ലിഫ്റ്റിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ? ആ കുട്ടികളുടെ ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? അമ്മമ്മേ, എന്റെ ഫോണിൽ ഒരു റെക്കോർഡിങ്ങും ഇല്ലെന്നേ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇത് ഏത് തരം വീഡിയോ? എന്താ ഇത് സംഭവം? നീ എന്താ ഇപ്പൊ ഡിലീറ്റ് ചെയ്തത്? ഒന്നും ഡിലീറ്റ് ചെയ്യരുത്. ഒന്നുമില്ല അമ്മമ്മേ. ആരോ എന്തോ ഒരു വീഡിയോ അയച്ചിരുന്നു. ചില കുട്ടികൾ ആരോ ലിഫ്റ്റിനകത്ത് പോയി പിന്നെ കാണാതെ പോയി. ആരാ എന്താന്നൊന്നും അറിയില്ല. ഓ, നീ ആ എവിഡൻസ് ഡിലീറ്റ് ചെയ്തോ? അതെവിടെ പോയി? ഓ, നീ ആ തെളിവുകളെല്ലാം ഡിലീറ്റ് ചെയ്തോ? പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഡിലീറ്റ് ചെയ്തത്. അത് ശരിക്കും ഒരു നല്ല റെക്കോർഡിംഗ് ആയിരുന്നു. ആ കുട്ടികള് നമ്മളെ ഓരോ പ്രാവശ്യവും വിഡ്ഢികളാക്കാണ്.
ഇനിയിപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉം, ഉം. ആ, ആ, ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ചെയ്യാം. നിങ്ങൾ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്? ഈ വേഗം വാ, അവരിപ്പോ പുറത്തേക്ക് പോകും. വേഗം വാ. ടാക്സി, വേഗം വാ. ഡ്രൈവർ, വേഗം ആ വണ്ടിയെ ഫോളോ ചെയ്യേ. ഈ കണക്കിന് പോയോ രാത്രി മുഴുവനും ട്രാവൽ ചെയ്യേണ്ടി വരും. സാരമില്ല, ഞാൻ ആ കുട്ടികളുടെ രഹസ്യം കണ്ടെത്താതെ വിടില്ല. നിങ്ങൾ എന്താ ഈ പറയുന്ന അമ്മച്ചി? ഞാൻ 12 മണിക്ക് ശേഷം ടാക്സി ഓടിക്കില്ല. നേരത്തെ തന്നെ പറഞ്ഞേക്കാം. നേരത്തെ തന്നെ ഞാനൊരു കാര്യം കേട്ടു. രാത്രി സമയത്ത് ഏതോ ഒരു മമ്മി അലിഞ്ഞു തിരിയുന്നത്രേ. ഡാ, നീ എന്താണ് ഓടിക്കാത്ത? മര്യാദയ്ക്ക് ആ ടാക്സിയെ ഫോളോ ചെയ്യേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് ഫോൺ ചെയ്യും. ഓ നോ, ഈ ട്രാഫിക് ജാം എപ്പോ ക്ലിയർ ആവുന്ന അറിയില്ലല്ലോ മര. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പകുതി സമയം ട്രാഫിക്കിൽ തന്നെ വേസ്റ്റ് ആയി പോകും. മുംബൈയിൽ ഇതുപോലെ ട്രാഫിക് എല്ലാം വളരെ സ്വാഭാവികമാണ് മോനെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? അങ്കിൾ, ഞങ്ങളൊരു കാര്യം കേട്ടു. ഈ സിറ്റിയില് ഒരു പെർഫോമർ മമ്മി ഉണ്ടെന്ന്. നന്നായിട്ട് ഡാൻസ് ചെയ്യത്രേ. അവരെ കാണാൻ ഞാൻ പോകുന്നത്. എന്ത് മമ്മിയോ? അവൻ ആ വലിയ സ്റ്റേഡിയത്തിൽ കിടന്ന ഡാൻസ് കളിക്കുന്നത്. കുറച്ചു നേരത്തെ മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ ഈ ട്രാഫിക് ജാം എപ്പോ ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അവരുടെ ഡാൻസ് തീർന്നു പോകും. രുദ്ര, you have to do something now. Ibaiska Sakum Jarko. മൈറ, അങ്കിൾ ജോ, റേസിന് റെഡിയാണല്ലോ. ഇതെല്ലാം നിന്റെ തെറ്റാ. നീയാ വന്ന് ഇവിടെ ഇടിച്ചത്. എടാ, നീ തെറ്റ് ചെയ്തിട്ട് എന്നെ കുറ്റം പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. വാവ്, മാജിക് പവറിന്റെ ബെനിഫിറ്റ് കണ്ടില്ലേ? ഗ്രേറ്റ്. ഇതുറങ്ങാനുള്ള സമയമല്ല. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഉറങ്ങാൻ വേണ്ടിയല്ല. നമ്മൾ ആ പിള്ളേരുടെ ടാക്സിയെ ഫോളോ ചെയ്യണം. അല്ല, എന്ത് പറ്റി മാഡം? നിങ്ങളിപ്പോ എന്ത് കണ്ടിട്ടാ എന്റെ ടാക്സി ഇങ്ങനെ തകർത്ത് കളഞ്ഞത്? നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ആ ടാക്സി പെട്ടെന്ന് കാണാതെ പോയി. അത് നീ കണ്ടിരുന്നെങ്കിൽ നീ ഇതുപോലെ ടാക്സി നേർത്ത് പുറത്തു പോയേനെ. ശരിക്കും ആ ടാക്സി മാത്രം കാണുന്നില്ല. പക്ഷെ അതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? നിനക്കതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. അത് മാജിക്കാ. നമുക്ക് അവരെ തേടി കണ്ടെത്തണം. Ibaiska audience free zone. Oh yeah.
മമ്മി കിങ് ഫെറോ ആദ്യം ഡാൻസ് കളിക്കുന്നത് നിർത്താം. എന്റെ ഡാൻസ് നിർത്താൻ പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത്? ബോസ് അത് പിന്നെ ആ ചെക്കനാ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ആ ചെറിയ ചെക്കൻ എനിക്ക് ശരിയും തെറ്റും പറഞ്ഞു മനസ്സിലാക്കിയാണോ? കിങ് ഫെറോ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഏയ്, യാ. ഒരു ദിവസം കൂടി സമാധാനിക്കൂ രുദ്ര. ഇപ്പോഴും ഞാൻ ഫൈറ്റിന് മുഴുവനായും റെഡി ആയിട്ടില്ല. ഇനിയും എനിക്ക് കുറച്ചുകൂടെ പവർ ആവശ്യമായിട്ടുണ്ട്. ഞാൻ നിന്നെ വീണ്ടും കാണും. ആ സമയം നിനക്കെന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൈ. മമ്മിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതാണ് പറ്റിയ ചാൻസ്. ഈ വഴിക്ക് തന്നെ അങ്ങ് എസ്കേപ്പ് ആയേക്കാം. ഇതെന്താ? King Sparrow. അല്ല ബോസേ, ഇതാരാ? എന്റെ ദൈവമേ, ഇത്രയും വലിയൊരു പക്ഷിയോ? പതുങ്ങിക്കടാ. ബോസേ, ഇന്ന് എല്ലാ സ്ഥലത്തും മാജിക് ആണല്ലോ നടക്കുന്നത്. രുദ്ര, നേരം വെളുക്കാൻ ഇനി കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. നിങ്ങൾ നിങ്ങളുടെ കോഫിലേക്ക് തിരിച്ചു പൊക്കോളൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എന്നെ തടഞ്ഞു നിർത്തി ഒന്ന് കാണിക്കേ. ഫെറോ കിങ്, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. തണ്ടർ ക്രിയേറ്റോ.
ഓക്കെ കുട്ടികളെ, നമുക്ക് അകത്തേക്ക് ചെന്ന് കോഫിൻ പുറത്തേക്ക് കൊണ്ടുവരണം. വരൂ. ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. രുദ്ര, അതും തടഞ്ഞു നിർത്ത്. അവന്റെ പവർ കൂടി കൂടി വരികയാണ്. സൺറൈസിന് അല്പസമയം കൂടിയേ ഉള്ളൂ. അവനെ പൊക്കിയെടുത്ത് കോഫിനിൽ കിടത്ത് രുദ്ര. ആകാശത്തിലുള്ള എല്ലാ പവേഴ്സും എന്റെ കയ്യിലേക്ക് വരട്ടെ. ഷീൽഡ് ക്രിയേറ്റോ. രുദ്രയുടെ കഥ അവസാനിപ്പിക്കൂ. Boom, chick, chick, boom.
ഞാൻ വീണ്ടും തിരിച്ചു വരും. രുദ്ര, താങ്ക് യു സോ മച്ച്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ദി കിങ് ഫാരോയെ നീ തിരിച്ചയച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ മൊത്തം ലോകത്തെയും ഇല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞേനെ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് എടുക്കാൻ പറ്റില്ല. റോക്കിയുടെ നിങ്ങളുടെ സഹായം ഒന്നും ഇല്ലാതെ കിങ് ഫെറോനെ തിരിച്ചയക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് സന്തോഷം തോന്നുന്നു. റോക്കിയെ പോലത്തെ ഫ്രണ്ട് എനിക്ക് മുംബൈയിൽ കിട്ടിയിരിക്കുന്നു. മെമ്മറി റൈസോ. അല്ല, നമ്മളെല്ലാവരും ഇവിടെ എന്തെടുക്കാണ്? അറിയില്ല ബോസ്. വരൂ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. ഒരു കലക്കാന്നേ. നമ്മളെ കുറിച്ചോ മമ്മയെ കുറിച്ചോ അവർക്ക് ഇനി ഒരു ഓർമ്മയോ ഉണ്ടാവില്ല. രുദ്ര, എനിക്കും റോക്കിക്കും ഒരു കാര്യം അറിയാം. നിങ്ങൾ മജീഷ്യൻസ് ആണെന്നുള്ള കാര്യം. പക്ഷേ നീ അവരെ പോലെ ഞങ്ങളുടെ മെമ്മറീസിലുള്ള കാര്യങ്ങളും അറേസ് ചെയ്യില്ലല്ലോ. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ആരാന്ന് റോക്കി മറന്നു പോയാൽ തീർച്ചയായിട്ടും എനിക്കൊരു നല്ല ഫ്രണ്ടിനെ മിസ്സാവും. ഇല്ല മോനെ, ഒരിക്കലും ഇല്ല. നീ ഞങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ മെമ്മറി അങ്ങ് ഡെലീറ്റ് ചെയ്തേക്കെ. ഒരു പക്ഷെ അറിയാതെ ആരോടെങ്കിലും പറഞ്ഞു പോയാൽ അതൊരു പ്രശ്നമായി മാറില്ലേ? അമ്മുമ്മേ, അതിനും എന്റെ കൈവശം ഒരു സൊല്യൂഷൻ ഉണ്ട്. നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഞങ്ങളെ കുറിച്ച് ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാൽ ആ സമയം നിങ്ങൾക്ക് ആ കാര്യം മറന്നുപോകും. പക്ഷെ ഞങ്ങൾ ഓർമ്മയുണ്ടാവും. താങ്ക് യു മോനെ. ഇപ്പൊ എനിക്ക് 2 പേരെ കുട്ടികളെ കിട്ടി. Watch India's largest kids library only on Jio Hotstar. Download the app now.